ഹായ്, നമുക്ക് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQs ആയിരുന്നു നോക്കിയത്. അതിൻ്റെ കുറച്ച് MCQs കൂടെ നോക്കിയിട്ട് ഇൻട്രപ്റ്റ് സൈക്കിൾ ഓഫ് 8086 പോവാം. അപ്പോൾ ഇൻട്രപ്റ്റ് സൈക്കിളൂടെ ആകുമ്പോഴത്തേക്കും 8086 കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് പെർഫോംസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഇസ് നോട്ട് അവൈലബിൾ ഇസ്. അപ്പോൾ എന്താണ്, ആൻഡ് ഓപ്പറേഷൻ തന്നെ ചെയ്യുകയും ചെയ്യും, പക്ഷേ റിസൾട്ട് ഒന്നും സ്റ്റോർ ചെയ്യത്തില്ല, ഫ്ലാഗ്സിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ത്, ടെസ്റ്റ്. നമ്മൾ നോക്കിയ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ടെസ്റ്റ് അല്ലേ. അപ്പോൾ അത് ഫ്ലാഗിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് എസ് പ്രിഫിക്സ് ടു ആൻ ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട് ഇറ്റ് റിപ്പീറ്റഡ്ലി അണ്ടിൽ ദ CX രജിസ്റ്റർ ബിക്കം 0. അപ്പോൾ ഒരു CX രജിസ്റ്ററിലെ കൗണ്ട് 0 ആവുന്ന വരെ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണെന്ത്, REP അല്ലേ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. മൂവ് SB ഓർ SW. ഇനി ഏതാണ്, SB SW ഒക്കെ വരുന്നത് സ്ട്രിങ് ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ, മൂവ്സ് എ സ്ട്രിങ് ഓഫ് ബൈറ്റ് സ്റ്റോർഡ് ഇൻ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ദെൻ സെക്കൻഡ് വൺ എന്താണ്, CMPS. CMPS എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏത് വരും, CMP എന്ന് പറയുമ്പോൾ കമ്പയറാണ്, എസ്സും കൂടെ വന്നാൽ സ്ട്രിങ് ആണ് അല്ലേ. കമ്പയർസ് ടു സ്ട്രിങ് ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ് ഹൂസ് ലെങ്ത് ഇസ് സ്റ്റോർഡ് ഇൻ CX രജിസ്റ്റർ. നെക്സ്റ്റ് എന്താണ്, SCAS എന്താണ്, സ്കാൻസ് ആണ് അല്ലേ. എസ്സും കൂടെ വന്നുകൊണ്ട് സ്ട്രിങ്ങിൻ്റെ ആണ്. സ്കാൻസ് എ സ്ട്രിങ് ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ്. ദെൻ LODS, ലോഡ്സ്, അവിടെ എസ് ഉണ്ട്, അപ്പോൾ സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ എന്താണ്, ലോഡ്സ് AL ഓർ AX രജിസ്റ്റർ ബൈ കണ്ടൻറ്റ് ഓഫ് എ സ്ട്രിങ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ആൻസർ. A2, B3, C4, D1. നെക്സ്റ്റ്, ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കോൾ എ സബ്റൂട്ടീൻ ഫ്രം ദ മെയിൻ പ്രോഗ്രാം ആൻഡ് റിട്ടേൺ ടു ദ മെയിൻ പ്രോഗ്രാം ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ഫംഗ്ഷൻ ഈസ് കോൾഡ്. ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് കോൾഡ് ഫംഗ്ഷൻ ഓർ, ഇപ്പോൾ എന്താണ്, കോൾ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്, കോൾ റിട്ടേൺ അല്ലേ. ദെൻ the instruction that unconditionally transfers the control of execution to the specified address is jump. നമ്മൾ ജമ്പ് എന്ന് വെറുതെ കൊടുത്താൽ അതെന്താണ്, അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ആണല്ലേ. ദെൻ which instruction cannot force the 8086 processor out of the halt state? എന്താണ് ആൻസർ, ഹോൾഡ്. Then NOP instruction introduces, NOP instruction എന്താണ്, ഡിലേ ആണ് അല്ലേ. Then which of the following is not a machine controlled instruction? മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഇല്ലാത്തത് ഹോൾട്ട് ഉണ്ട്, ലോക്ക് ഉണ്ട്, then ESC ഉണ്ട്, CLC എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ക്യാരി ഫ്ലാഗ്. The instruction move AX, 0005 H belongs to the address mode. കാണുമ്പോൾ തന്നെ അറിയാം ഡേറ്റ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ എന്താണ്, ഇമ്മീഡിയറ്റ് ആണ്. Then next is the instruction move AX, 1234 is an example of, അതും ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്, ഡേറ്റ അതുപോലെ കൊടുത്തിട്ടുണ്ട്. The instruction move AX, 2Y00H is an example of ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണല്ലേ, അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ ഡേറ്റ ഈസ് പ്രസൻറ്റ് ഇൻ എ രജിസ്റ്റർ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് യൂസിങ് ദ പർട്ടിക്കുലർ രജിസ്റ്റർ ദെൻ ഇറ്റ് ഈസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇപ്പോൾ രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ദ ഇൻസ്ട്രക്ഷൻ മൂവ് AX, BX. ഇപ്പം BX ഓഫ്സെറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നല്ലേ, അപ്പോൾ അതെന്താണ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. രജിസ്റ്റർ SH കൊടുത്തായിരുന്നെങ്കിൽ രജിസ്റ്റർ ആണ്, രജിസ്റ്ററിൽ കൊടുത്തേക്കുന്ന ഓഫ്സെറ്റ് ആണ് ഏതോ ഒരു മെമ്മറി ലൊക്കേഷനിൽ, അതുകൊണ്ട് അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. അഡ്രസ്സിംഗ് മോഡ്സ് നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് അഡ്രസ്സിംഗ് മോഡ്സ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. If the offset of the operand is stored in one of the index registers, then it is index registerലാണ് ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ indexed addressing. The addressing mode that is used in unconditional branch instructions is unconditional branch instructionsൽ വരുന്നതാണ് ഇൻട്രാ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ ഇൻട്രാ സെഗ്മെൻറ്റ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം വിത്തിൻ ദി സെയിം സെഗ്മെൻ്റ് ആണെങ്കിൽ എപ്പോഴും ഇൻട്രയാണ്. അപ്പോൾ ഇൻട്രയിൽ തന്നെ അൺകണ്ടീഷണൽ ബ്രാഞ്ച് വരുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കുക, അത് വെച്ചിട്ട് നമുക്കത് എഴുതാൻ പറ്റും. If the location to which the controls is to be transferred lies in a different segment other than the current one, then the mode is called. ഇപ്പം പറഞ്ഞത് തന്നെ അതർ ദാൻ ദി കറണ്ട് സെഗ്മെൻറ്റിന് പുറത്താണെങ്കിൽ എന്തായിരിക്കും ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മോഡ്. ഇൻ്റർ ആണെങ്കിൽ വിത്തിൻ ദി സെയിം സെഗ്മെൻറ്റ്. ദ ഇൻസ്ട്രക്ഷൻ ജമ്പ് 500H ഈസ് ടു 200H ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ജമ്പ്. ഇതേപോലൊരു എക്സാമ്പിൾ തന്നെയാണ്, ടെക്സ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജമ്പ് 5000H ഈസ് ടു 2000H. അതെന്താണ്? ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്. ദ കണ്ടൻസ് ഓഫ് എ ബേസ് രജിസ്റ്റർ ആർ ആഡഡ് ടു ദ കണ്ടൻസ് ഓഫ് ഇൻഡെക്സ് രജിസ്റ്റർ ഇൻ. അപ്പോൾ ബേസ് രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്യുന്നതിനകത്താണ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് ആൻഡ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. രണ്ടിനകത്തും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നിന്നും അഡ്രസ്സിംഗ് മോഡിലും നോക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും കൂടെ നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ചിലപ്പം 1-2-3 ലൈനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാം തന്നിട്ട് തേർഡ് ലൈൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, അങ്ങനെയും കൂടെ ചോദിക്കും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് തറവായാൽ മാത്രമേ നമുക്ക് ആ ലൊക്കേഷൻ അനുസരിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ഇൻട്രപ്റ്റ്സ് ഓഫ് 8086 നോക്കാം. ഇൻട്രപ്റ്റ്സും കൂടെ നോക്കുമ്പോഴത്തേക്കും 8086 ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് 8086 ഇൻട്രപ്റ്റ്സ്. ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്രോഗ്രാം നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടിട്ട് അങ്ങോട്ടേക്ക് ആ എക്സിക്യൂഷൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് എന്ന് പറയും. അപ്പോൾ ദ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ടെമ്പററി ഹോൾ ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് അലൗസ് പെരിഫറൽ ഡിവൈസസ് ടു ആക്സസ് ദി മൈക്രോ പ്രോസസർ. അപ്പം MUP ചിലപ്പം വിട്ടുകൊടുക്കാനായിട്ടായിരിക്കും ആ ഇൻട്രപ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ആ ഇൻട്രപ്റ്റ് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഇൻട്രപ്റ്റ് ആണോ വരുന്നത് ആ ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോഗ്രാം കാണും. അതിന് പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പോൾ ഈ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനകത്ത് ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതിയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഇൻട്രപ്റ്റ് പോയി ഹാൻഡിൽ ചെയ്തിട്ട് തിരിച്ച് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ വീണ്ടും നമ്മുടെ പ്രോഗ്രാം എവിടെയാണോ നിർത്തിയത് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ പ്രധാനമായിട്ട് 8086 2 ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ആണുള്ളത്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ പിന്നിൽ തന്നെ കൊടുക്കാം. മ്യൂപ്പിയുടെ ICയുടെ പിന്നിൽ തന്നെ നമുക്ക് ഇൻട്രപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മാസ്കബിൾ ഇൻട്രപ്റ്റും നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും. ദെൻ പിന്നുള്ളത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതിയിട്ട് അതൊരു മെമ്മറി ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യുക ഇൻട്രപ്റ്റ്. അതാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് 8086ൻ്റെ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. അപ്പോൾ ഈ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പോൾ 8086ൻ്റെ വെക്റ്റർ ടേബിൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 8086ന് 256 ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഹാൻഡിൽ എ ടോട്ടൽ ഓഫ് 256 ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഈ 256 ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനുണ്ട് അല്ലേ. ഈ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ കോഡ് സെഗ്മെൻറ്റ്
അതിൻ്റെ ഐ പി, അതിൻ്റെ ഓഫ്സെറ്റ് കിടക്കുന്ന ഐ പിയും അതിൻ്റെ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സും, അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ഐ പിക്ക് നമുക്ക് 16 ബിറ്റ് വേണം, അതായത് 2 ബൈറ്റ് വേണം. അതുപോലെ ഒരു കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റിനും 16 ബിറ്റാണ്, 2 ബൈറ്റ് വേണം. മൊത്തം എത്ര ബൈറ്റ് ആയപ്പം 4 ബൈറ്റ്. അങ്ങനെ ഒരു ഇൻട്രപ്റ്റിന് നമുക്ക് 4 ബൈറ്റ്സ് വേണം അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം 256 ഇൻട്രപ്റ്റ്സിന് 256 × 4, അതായത് 1024 ബൈറ്റ്സ് ആവശ്യമാണ് ഫോർ 256 ഇൻട്രപ്റ്റ് ടൈപ്സ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം 1024 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ്. അപ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 0000 തൊട്ട് 03FFH ആയിരിക്കും ഈ ഇൻട്രപ്റ്റ്സിൻ്റെ ലൊക്കേഷൻ. അതായത് ഈ 1024 എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. അപ്പോൾ 2⁻10 ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എഴുതും 1111. എഫ് എന്ന് പറഞ്ഞാൽ 1111. ദെൻ ഈ എഫ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 1111. ദെൻ 3 എന്ന് പറയുമ്പോഴത്തേക്കും 0011. അപ്പോൾ ഇത് മൊത്തം 0 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് 4 zeros വരും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 4 4 8 2 10. അപ്പോൾ 10 എന്നുള്ള ബിറ്റായി. അപ്പോൾ 10 ബിറ്റ് 2⁻10 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ബിറ്റ്സ് 2⁻10 പോസിബിൾ കോമ്പിനേഷൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പം 1024 മെമ്മറി ലൊക്കേഷൻസ് കിട്ടാനായിട്ട് 000 തൊട്ട് 03FFH എന്നുള്ള ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 1024 ബൈറ്റ്സ് ഓഫ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ സ്റ്റാർട്ടിങ് എത്രയാണ്? 000 തൊട്ട് 003FFH വരെ. അത്രയും 2⁻10 കോമ്പിനേഷൻസ് ഓഫ് ലൊക്കേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ അത്രയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ലൊക്കേഷനിലും എന്താണുള്ളത്? 4 ബൈറ്റ്സ് ഉണ്ട്. 2 ബൈറ്റ്സ് ഫോർ IP ആൻഡ് 2 ബൈറ്റ്സ് ഫോർ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, ടൈപ്പ് 0യ്ക്കാണ് ആദ്യത്തെ 2 ലൊക്കേഷൻ. അത് റിസർവ്ഡ് ഫോർ ഡിവൈഡ് ബൈ 0 ഇൻട്രപ്റ്റ്. ദെൻ ടൈപ്പ് 1 ആണെങ്കിൽ റിസർവ്ഡ് ഫോർ സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ്. ദെൻ ടൈപ്പ് 2 ആണെങ്കിൽ റിസർവ്ഡ് ഫോർ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. അപ്പോൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നിൽ വന്നു കഴിഞ്ഞാലും ആ പിന്നിൽ ആ ഇൻട്രപ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതിന് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനുണ്ട്. അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പൊസിഷനിൽ. ദെൻ ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ഫോർ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ദെൻ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ O ഇൻസ്ട്രക്ഷൻ. ദെൻ ടൈപ്പ് N എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ഫോർ ഇവിടെ തൊട്ട് 0014 തൊട്ട് FF വരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിസർവ്ഡ് ഫോർ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻഡ് ടൈപ്പ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ടൈപ്പ് 4 തൊട്ട് ടൈപ്പ് 5 തൊട്ട് ബാക്കി ഇത്രയും റിസർവ്ഡ് ഫോർ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻഡ് ടൈപ്പാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനകത്തോട്ട് ഇൻഡ് ടൈപ്പ് എത്രയാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇൻഡ് ടൈപ്പ് N, അപ്പോൾ N എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുന്നതനുസരിച്ച് ആ സർവീസ് റൂട്ടീനിലോട്ട് അത് പൊയ്ക്കോളും. അപ്പോൾ ടൈപ്പ് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ ഇത്രയും ടൈപ്സ് ആണുള്ളത്. ഇത്രയാണ് 256, അതായത് ടൈപ്പ് 0 തൊട്ട് FF വരെ. FF വരെ ആകുമ്പോഴത്തേക്കും 256 ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആവും. അതിന് കറസ്പോണ്ടിങ് 4 ബൈറ്റ്സ് ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ 1024 ബൈറ്റ്സ് ഓഫ് ലൊക്കേഷൻ വേണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പും എന്താണെന്ന് പഠിച്ചിരിക്കണം. ടൈപ്പ് 0 ഡിവൈഡ് ബൈ 0 ഇൻട്രപ്റ്റ്, ടൈപ്പ് 1 സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ്, ടൈപ്പ് 2 NMI, ടൈപ്പ് 3 ഇൻറ്റ് സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, ടൈപ്പ് 4 ഇൻറ്റ് O ഇൻസ്ട്രക്ഷൻ. ദെൻ ടൈപ്പ് N എന്ന് പറഞ്ഞാൽ ബാക്കി ഇത്രയും റിസർവ്ഡ് ഫോർ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻറ്റ് ടൈപ്പ്. ദെൻ ടൈപ്പ് F. ഇത്രയാണ്
ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ഓഫ് 8086. ഇത്രയും പ്രധാനമായിട്ട് പഠിച്ചിരിക്കുക. അപ്പം നമ്മൾ ഇൻട്രപ്റ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു അല്ലേ, ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും. ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിനകത്ത് വരുന്നതാണ് NMIയും INTR. ദെൻ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണ് ടൈപ്പ് ഇൻറ്റ്, നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് കൊടുക്കുക ഇൻറ്റ് ടൈപ്പ് N, ഏത് ടൈപ്പാണെന്നുള്ളത്. പിന്നെ ഒരു എറർ, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വരാവുന്ന ഒരു എറർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻട്രപ്റ്റായിട്ട് ആക്ട് ചെയ്യും. അത് 1 ഈസ് ഡിവൈഡ് ബൈ 0 ഇൻട്രപ്റ്റ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ ബൈ 0 ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് നടത്തിയാൽ അതെന്താണ്, ഒരു ഇൻട്രപ്റ്റ് ആയിട്ടായിരിക്കും മ്യൂപ്പി എടുക്കുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഇനി ഈ ഇൻട്രപ്റ്റ്സ് വരുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് മ്യൂപ്പിക്കകത്ത് നടക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു മ്യൂപ്പി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇൻട്രപ്റ്റ് വരുന്നത്. അപ്പോൾ ആ മ്യൂപ്പി എന്താ ചെയ്യുന്നത്, ആ സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിക്രിമെൻറ്റ്സ് ദ സ്റ്റാക്ക് പോയിന്റർ ബൈ 2 ആൻഡ് പുഷസ് ദ ഫ്ലാഗ് രജിസ്റ്റർ ഓൺ ദ സ്റ്റാക്ക്. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്ററിലെ കണ്ടൻറ്റ് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മ്യൂപ്പി പോലെ ഒരു ഇൻട്രപ്റ്റ് വന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യും, അപ്പോൾ കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും, ഫ്ലാഗ് രജിസ്റ്ററിലെ കണ്ടൻറ്റ് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ ഇൻട്രപ്റ്റ് ഫ്ലാഗും ട്രാപ്പ് ഫ്ലാഗും എന്ത് ചെയ്യിക്കും, ക്ലിയർ ചെയ്യിക്കും. അതായത് ഇൻട്രപ്റ്റ് ഫ്ലാഗും ട്രാപ്പ് ഫ്ലാഗും ഫ്ലാഗ് രജിസ്റ്ററിലുണ്ട്, അത് രണ്ടും എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യിക്കും. ദെൻ എന്താണ് പിന്നെ നമുക്ക് വേണ്ടത്, ഈ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരേണ്ട ലൊക്കേഷൻ എവിടാണ്, അതിൻ്റെ കോഡ് സെഗ്മെൻറ്റും IP-യും, അതിൻ്റെ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, അതിൻ്റെ ബേസ് അഡ്രസ്സും അതിൻ്റെ ഓഫ്സെറ്റും കിടക്കുന്ന IP, അതായത് കോഡ് സെഗ്മെൻറ്റും IP-യും അതും എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഡിക്രിമെൻറ്റ്സ് ദ സ്റ്റാക്ക് പോയിന്റർ ബൈ 2 ആൻഡ് പുഷസ് ദ കറണ്ട് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ കണ്ടൻസ് ഓൺ ദി സ്റ്റാക്ക്. ഇറ്റ് ഡിക്രിമെൻറ്റ്സ് ദ സ്റ്റാക്ക് പോയിന്റർ അഗെയിൻ ബൈ 2 ആൻഡ് പുഷസ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ പോയിന്റ് കണ്ടൻസ് ഓൺ ദി സ്റ്റാക്ക്. അപ്പം പിന്നെ എന്താണ്, CS എടുത്തു, പിന്നെ IP എടുത്തു, അതും എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ മ്യൂപ്പി ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഈസ് പ്രയോറിറ്റി ഓഫ് 8086 ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഈ പ്രയോറിറ്റി ഓഫ് 80 ഇൻട്രപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതായിരിക്കും ഹയസ്റ്റ് എന്നുള്ളത്. അപ്പോൾ 8086ൻ്റെ കേസിൽ ഇത് കമ്പൽസറി ആയിട്ട് നോക്കിക്കൊണ്ട് പോവുക. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻട്രപ്റ്റ്സ് അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളതാണെന്ത് ഈ പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8086ൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഡിവൈഡ് എറർ ഇൻറ്റ് N ഇൻറ്റ് O. അതായത് ഇൻറ്റ് N ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ദെൻ ഇൻറ്റ് ഓവർഫ്ലോ. ഈ 3 കേസ്, ഇത് 3 എന്താണ് ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത്, ഇത് 3-ൽ ഏതെങ്കിലും വന്നാലാണ്. ദെൻ അതിന് ശേഷം മാത്രമേ ഉള്ളൂ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, ആ പിന്നിൽ ഹൈ വന്നു കഴിഞ്ഞാലുള്ള ഇൻട്രപ്റ്റിനുള്ള പ്രയോറിറ്റി. ഇപ്പം NMI എന്ന് പറഞ്ഞാൽ സെക്കൻഡേ ഉള്ളൂ പ്രയോറിറ്റി. ദെൻ കംസ് INTR, അതിന് ശേഷമാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആയിട്ടുള്ള INTRന് പ്രയോറിറ്റി. അതിനുശേഷമാണ് ലാസ്റ്റ് സിംഗിൾ സ്റ്റെപ്പ് ബൈറ്റ് ഇൻട്രപ്റ്റ്സിനുള്ള പ്രയോറിറ്റി. അപ്പം ഏറ്റവും ലോവസ്റ്റ് സിംഗിൾ സ്റ്റെപ്പിനും ഹയസ്റ്റ് ഡിവൈഡ് എറർ ഓർ ഇൻറ്റ് N ഇൻറ്റ് O ആണ്. അപ്പോൾ ഈ പ്രയോറിറ്റി ടേബിളും കൂടെ കമ്പൽസറി ആയിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് 8086. ഇൻട്രപ്റ്റ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഓർക്കുക, നമുക്ക് ഇന്ത്യൻ നമ്പർ തന്നിട്ട് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക. ഇൻറ്റ് 00 എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 0000 ആയിരിക്കും. ഇൻറ്റ് 01 ആകുമ്പോഴത്തേക്കും ഒരു 4 ബൈറ്റ്സ് ഡിഫറൻസ് വരും, IP-ക്കും CS-നും പോയിട്ട്. അതുകൊണ്ട് 0004. ദെൻ ഇൻറ്റ് 02 ആകുമ്പോൾ 08. അങ്ങനെ ഇൻറ്റ് FF വരുമ്പോഴത്തേക്കും നമുക്കറിയാം 3FF-ലാണ് നിൽക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു 4 ഡിഫറൻസും കൂടെ വരും, 003FC. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക, എളുപ്പമാണ്.
അപ്പോൾ ഇത് ഫിസിക്കൽ അഡ്രസ്സ് ആണ് ഇത് കറസ്പോണ്ടിങ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് ഇൻ ദ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻറ്റ് 12 വെച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സ് കാണാൻ. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് കാണാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, 12നെ ഇൻറ്റു 48 ചെയ്യുക. അപ്പോൾ ഇൻറ്റു 48 ചെയ്യുമ്പോഴത്തേക്കും 20 ബിറ്റ് അഡ്രസ്സാണ്. അപ്പോൾ 00048H അതായിരിക്കും ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ ആണല്ലോ. ഫിസിക്കൽ അഡ്രസ്സ് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റ് 8H ചോദിച്ചാലോ, അപ്പോൾ ആ 4 ബൈറ്റും കൂടെ ചേർത്ത് വരണം. അതുകൊണ്ട് 8 × 4, അതുകൊണ്ട് 20 ആയിരിക്കും. 00020H ആയിരിക്കും ഇൻറ്റ് 8Hൻ്റെ എന്താണ് ഫിസിക്കൽ അഡ്രസ്സ്. അതിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൽ ഇരിക്കുന്നതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് അതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. താങ്ക് യു. ഇനി നമുക്ക് കുറച്ച് ഇൻട്രപ്റ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നോക്കാം. അപ്പം അവിടെ നമ്മൾ പറഞ്ഞതും പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും ഈ MCQസിലൂടെ പറഞ്ഞു പോവാം. അപ്പം അത്രയും മതി ഇൻട്രപ്റ്റ്സ്. അപ്പോൾ നോക്കിക്കേ, ഇഫ് ആൻ ഇൻട്രപ്റ്റ്സ് ഈസ് ജനറേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ദ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ദ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയും. അപ്പം വിത്തിൻ ദ പ്രോസസ്സർ ആണെങ്കിൽ എന്തായിരിക്കും, ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ്സ്. ഇഫ് ദ ഇൻട്രപ്റ്റ്സ് ഈസ് ജനറേറ്റഡ് ബൈ ദ എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ ദെൻ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും അത്, ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് ആയിരിക്കും അല്ലേ. ഓഫ് ആൻ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്, ഇത് തന്നിരിക്കുന്നതിൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റിന് എക്സാമ്പിൾ എന്താണ്, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റിന് എക്സാമ്പിൾ എന്താണ്, കീബോർഡ് ഇൻട്രപ്റ്റ് അല്ലേ. ബാക്കിയെല്ലാം അകത്ത് നടക്കുന്നതാണ്. നമ്മളൊരു ഡിവൈഡ് ബൈ 0 അല്ലെങ്കിൽ ഓവർഫ്ലോ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ, ഇതെല്ലാം ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൂട്ടത്തിൽ എക്സ്റ്റേണൽ വരുന്ന ഏതാണ്, കീബോർഡ് ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടൈപ്പ് 2 ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അത് പിൻ വഴിയാണ് കൊടുക്കുന്നത്, അത് എക്സ്റ്റേണൽ ആണ്. ദെൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഇൻട്രപ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഡിവൈഡ് ബൈ 0 ഒരു ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് ആണല്ലേ. നമ്മൾ വല്ല പ്രോഗ്രാം ചെയ്യുമ്പോഴായിരിക്കും ഒരു ഡിവിഷൻ ബൈ 0 വരുന്നത്, അപ്പോൾ അതൊരു ഇൻറ്റേർണൽ സോഴ്സാണ്. ദെൻ ഓവർഫ്ലോ, ഇതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഓവർഫ്ലോ വരുവാണെങ്കിൽ ആ ഓവർഫ്ലോ ഇൻട്രപ്റ്റ് ആണ്. ദെൻ ഇൻട്രപ്റ്റ് ഡ്യൂ ടു ഇൻറ്റ് എന്നുള്ള ഒരു ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻറ്റ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, ഒരു ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ ഓൾ ദി എബവ് ആണ് ആൻസർ. ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് IF ഫ്ലാഗ് ഇസ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് IF ഫ്ലാഗ് അതൊന്ന് നോട്ട് ചെയ്യുക. ഇൻട്രപ്റ്റ് ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ്, NMI, ട്രാപ്പ്, ഡിവൈഡ് ബൈ 0. അപ്പോൾ ഈ 3 എണ്ണം ഇൻഡിപെൻഡൻറ്റ് ഓഫ് IF ഫ്ലാഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ്സ് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു, ഇൻട്രപ്റ്റ് ഫ്ലാഗും ട്രാപ്പ് ഫ്ലാഗും എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിലേക്കൊന്നും പോകാത്ത 3 ഇൻട്രപ്റ്റ്സ് ആണ് എന്ത്, NMI, ട്രാപ്പ്, ഡിവൈഡ് ബൈ 0. അവിടെ എന്ത് നടന്നാലും വിഷയമല്ല, ഈ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റോ റീസെറ്റോ എന്താണെന്നൊന്നും നോക്കണ്ട, ഈ ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് IF ഫ്ലാഗ്. എന്തൊക്കെയാണ്, NMI, ട്രാപ്പ്, ഡിവൈഡ് ബൈ 0. Then എന്താണ്, this the type of interrupts may be passed to the interrupt structure of CPU from the type of the interrupt may be passed to the interrupt structure of CPU from interrupt controller. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി പാസ് ടു ദ ഇൻട്രപ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ CPU ഫ്രം ഇൻട്രപ്റ്റ് കൺട്രോളറിൽ നിന്നായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ. ഫ്രം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രം 2 ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എഴുതായിരുന്നു. അപ്പോൾ ഫ്രം ഇൻട്രപ്റ്റ് കൺട്രോളറിൽ നിന്നാണ് അത് വരുന്നത്. ആഫ്റ്റർ ആൻ ഇൻട്രപ്റ്റ് ഈസ് അക്നോളജ്ഡ് ദ CPU കമ്പ്യൂട്ട്സ് ദ വെക്ടർ അഡ്രസ് ഫ്രം ദ ടൈപ്പ് ഓഫ് ദ ഇൻട്രപ്റ്റ് ദാറ്റ് മേ ബി പാസ് ടു ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ CPU ഫ്രം ആൻ ഇൻട്രപ്റ്റ് കൺട്രോളർ ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് വരുമ്പോഴത്തേക്കും ഇൻട്രപ്റ്റ് കൺട്രോളറിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് CPU-ലേക്ക് പോകുന്നത്. Then during the execution of an instruction, the data pushed into the stack is the content of. ഇപ്പോൾ എന്താണ് കണ്ടൻറ്റ്, എന്തൊക്കെ നമ്മൾ പാസ് ചെയ്യും, ഫ്ലാഗ് രജിസ്റ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, അതാണ് ഫ്ലാഗ് രജിസ്റ്റർ. ദെൻ കോഡ് സെഗ്മെൻറ്റ്, IP, ഇതെല്ലാം എന്തിലേക്ക് മൂവ് ചെയ്യിക്കും, സ്റ്റാക്കിലേക്ക്.
After every response to the single step interrupt, the flag that is cleared is ഏത് ഫ്ലാഗ് ആണ് ക്ലിയർ ആവുന്നത്? ട്രാപ്പ് ഫ്ലാഗ്. If the trap flag is set, then the processor enters the single step execution mode. After the execution, the trap flag is cleared. അപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ് ആണ് ട്രാപ്പ് ഫ്ലാഗ് കേട്ടോ. ആഫ്റ്റർ എവറി റെസ്പോൺസ് ടു ദ സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ്, ദ ഫ്ലാഗ് ദാറ്റ് ഈസ് ക്ലിയർഡ് ഈസ് ട്രാപ്പ് ഫ്ലാഗ്. ഇപ്പോൾ ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സർ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ മോഡിലേക്ക് പോവും. ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ട്രാപ്പ് ഫ്ലാഗ് എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ദ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻട്രപ്റ്റ് ആണെന്ത്? ഐറിട്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻട്രപ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനായിട്ടാണ് ഐറിട്ട്. അപ്പോൾ എന്താണ്? ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ISR, കൺട്രോൾ മസ്റ്റ് ഗോ ടു ദ പ്രീവിയസ് പ്രോഗ്രാം which was being executed. To execute it, iReturn is placed at the end of ISR. Then when the CPU execute iRet, contents of IP and CS are retrieved. അപ്പോൾ തിരിച്ച് ആ ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്താലേ പറ്റത്തുള്ളൂ. Then next question, the interrupt for which the processor has the highest priority among all the external interrupts is. അപ്പോൾ പുറമേ ഉള്ള ഇൻട്രപ്റ്റ്സിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണ്? അത് എപ്പോഴും NMIക്ക് ആയിരിക്കും, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആയിരിക്കും കേട്ടോ. ദ ഇൻട്രപ്റ്റ് ഫോർ വിച്ച്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ MUP ഒന്നിനും വെയിറ്റ് ചെയ്തില്ല, അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ദ ഇൻട്രപ്റ്റ് ഫോർ വിച്ച് ദ പ്രോസസ്സർ ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി എമംഗ് ഓൾ ദ ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ്സ്. ഇൻറ്റേർണലി നോക്കുമ്പോഴത്തേക്കും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? ട്രാപ്പിനാണ് കേട്ടോ. അപ്പോൾ ട്രാപ്പ് ഇസ് ദ ഇന്റേണൽ ഇൻട്രപ്റ്റ് ദാറ്റ് ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എമംഗ് ഓൾ ദ ഇൻട്രപ്റ്റ്സ് എക്സെപ്റ്റ് ദി ഡിവൈഡ് ബൈ സീറോ. പിന്നെ അത് ഡിവൈഡ് ബൈ സീറോ ഇല്ല. അപ്പോൾ ഡിവൈഡ് ബൈ സീറോ തന്നായിരുന്നെങ്കിൽ അതിനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ട്രാപ്പാണ് അത് കഴിഞ്ഞ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ, ദ NMI interrupt will be served only after complete string is manipulated. When NMI is activated, the current instruction being executed is completed and then NMI is served. In case of string instructions, it is served after the complete string is manipulated. അപ്പോൾ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ NMI എന്നുള്ള ഒരു പിന്ന് നമ്മൾ ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ആ സ്ട്രിങ് കംപ്ലീറ്റ് സ്ട്രിങ് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് NMIയിലേക്ക് പോവുകയുള്ളൂ. Then NMI should remain high for at least, അതൊന്ന് പഠിച്ചു വെക്കുക. The NMI pin should remain high for at least 2 clock cycles. The INTR signal can be masked by resetting the interrupt flag. ഇൻട്രപ്റ്റ് ഫ്ലാഗ് റീസെറ്റ് ചെയ്താൽ INTR സിഗ്നൽ നമുക്ക് മാസ്ക് ചെയ്ത് വെക്കാം. അതുകൊണ്ടാണത് മാസ്കബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ IF ഫ്ലാഗുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഇൻട്രപ്റ്റ് പിന്നാണെന്ത്? INTR. അപ്പോൾ ആ ഫ്ലാഗ് അതിനകത്തൊരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ IF ഫ്ലാഗ് സെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. Then for the INTR signal to be responded to in the next instruction cycle, it must go in dash in the last clock cycle of the current instruction. But it must go high in the last clock cycle of the current instruction. ഇപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിന് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിന്നെ എന്തായിട്ട് പോകണം? ഹൈ ആയിട്ട് പോകണം. The status of the pending interrupts is checked at പെൻഡിങ് ഇൻട്രപ്റ്റ്സിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ദ എൻഡ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും MUP ഇൻട്രപ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയും. Once the processor responds to an interrupt signal, the IF is automatically reset. അത് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടു ആ ക്വസ്റ്റ്യൻ.
പ്രോസസ്സർ ഇൻറ്ററപ്റ്റ് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ IF 0 ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കും IF 1 ആവും. If the pin lock is low at the trailing edge of the first ALE pulse, then till the start of the next machine cycle the pin lock is low. അപ്പോൾ പിൻ ലോക്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ പിന്നാണ്. അപ്പോൾ അത് അടുത്ത നെക്സ്റ്റ് മെഷീൻ സൈക്കിൾ തുടങ്ങുന്ന വരെ അതെന്തായിരിക്കും, ലോ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻട്രപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് MCQs. ഇപ്പം നമുക്ക് ഇൻട്രപ്സിൽ നിന്ന് ഒരുവിധം ചോദിക്കാൻ പറ്റിയ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇൻട്രപ്സിൻ്റെ ബേസിക് ആയിട്ട് അതിൻ്റെ പ്രയോറിറ്റി, എക്സ്റ്റേണൽ ഏതാ, ഇൻറ്റേർണൽ ഏതാ, സോഫ്റ്റ്വെയർ ഏതാണ്, ഹാർഡ്വെയർ ഏതാണ്, അതുപോലെ ആ ടൈപ്സ്, ആ വെക്റ്റർ ടേബിൾ, അത്രയും പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു പാട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.